ഹലോ, നമ്മൾ ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ 3 ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ്സാണ്. ഇന്ന് ഡേ 2 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് ബെഡാണ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഇതുപോലൊരു ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 3 മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 3 മീറ്റർ കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുമ്പോൾ 50 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. 50 ഇഞ്ച് ഒരു പീസ് വരുന്നത് 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുമാണ് വരുന്നത്. അപ്പോൾ 44 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്താണ് എങ്കിൽ 6 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ അത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുള്ള ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ എടുത്തത് 36 ഇഞ്ചിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ച് വേണം നമ്മൾ അത് നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 50 ഇഞ്ച് ലെങ്ത്തും 50 ഇഞ്ച് വിടുത്തുള്ള ക്ലോത്ത് നമ്മൾ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്യണം. ഇതുപോലത്തെ 2 പീസ് എടുക്കണം. 50 ഇഞ്ച് ലെങ്ത്തും വിടുത്തുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലൊരു ക്ലോത്ത് ഇതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്യുക. 4 ആക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് 25 ഇഞ്ച് ലെങ്ത്തും 25 ഇഞ്ച് വിടുത്തുമാണ് നമുക്ക് ഈ ക്ലോത്ത് കിട്ടുക. ഇനി ഈ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് അംബ്രല്ല കട്ടിങ്ങിലാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതാ 25 ഇഞ്ച് ആ സെൻറ്റർ ഭാഗത്ത് നമ്മൾ മീറ്റർ വെച്ചിട്ട് ഇതുപോലെ അംബ്രല്ല കട്ടിങ്ങിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ആദ്യം നമ്മൾ അളവ് മെഷർമെൻ്റ് എടുത്തിട്ട് വരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അംബ്രല്ല കട്ടിങ്ങിൽ വേണം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് 25 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേറെ ഒരു 50 ഇഞ്ചിൻ ക്ലോത്തും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ. അപ്പോൾ ആ 2 ക്ലോത്തും കൂടെ വെച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഒരു ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം ഈ ക്ലോത്ത് അതുമ്മ വെച്ചിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 ക്ലോത്ത് ഒന്നിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അതാ 2 പീസും നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കിട്ടുക. ഒരു ക്ലോത്താണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കണത്, ഒരു സൈഡൊക്കെ വരുന്ന ക്ലോത്ത്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റ് ക്ലോത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗത്തേക്ക്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഫോൾഡിങ് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് വണ്ണ് സെൻറ്റർ ഭാഗത്ത് നിന്ന് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം
ഇനി ഈ ക്ലോത്ത് ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് വരച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ അയൺ ചെയ്യുക കേട്ടോ. അയൺ ചെയ്താൽ അതിൻ്റെ ഓരോ വരകളും നമുക്ക് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ റൗണ്ട് ഷേപ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ച് അവിടെ നമുക്ക് അതിൻ്റെ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ മേലത്തെ പോർഷന് 1.5 ഇഞ്ചും രണ്ടാമത്തെ പോർഷന് 1 ഇഞ്ചും ആയിട്ടാണ് വരിക. അങ്ങനെ മൊത്തം 2.5 ഇഞ്ചായിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കുക. 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക ഫസ്റ്റ്. പിന്നെ അതിൽ നിന്ന് തന്നെ 1 ഇഞ്ച് നമുക്ക് അതിൻ്റെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. ഇതുപോലെ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി നെക്സ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ 2.5 ഇഞ്ചിൻ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുക. ഇതുപോലെ 8 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതും ഇതുപോലെ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കുക. ഇനി നമ്മൾ അയൺ ചെയ്ത് വെച്ചില്ലായിരുന്നോ, അപ്പോൾ അതേ അടയാളത്തിൽ നമ്മളത് സ്കെയിൽ വെച്ചിട്ട് ആ 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് 4 ഇതുപോലെ ഈ ഒരു പോർഷനിൽ 4 വരായിട്ട് കിട്ടും. ഇതുപോലെ ഓരോ കള്ളികളായിട്ടാണ് കിട്ടുക. ഈ 8 ഇഞ്ചിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത് കേട്ടോ. ഓരോരോ കള്ളികളായിട്ടാണ് നമുക്കത് കിട്ടുക. അത് നല്ല അയൺ ചെയ്താലേ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാൻ ഈസി ആയിട്ട്. ഇനി അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മളെ ബെഡിൻ്റെ പോർഷൻ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി ഒരു 7.5 ഇഞ്ച് നമ്മളൊരു ചെറിയൊരു ഡോട്ട് ഇടാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 7.5 ഇഞ്ച് നമുക്ക് അവിടെ ഒരു ചെറിയതായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഈ ഒരു 3 ഭാഗത്തായിട്ടാണ് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത് കേട്ടോ. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുക്കുക, അതായത് 15 ഇഞ്ചിൻ്റെ പകുതി. ഇനി ഈ അളവ് ഈ റൗണ്ട് മൊത്തത്തിൽ നമ്മളൊക്കെ അടയാളപ്പെടുത്തിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഇത് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അതായത് ബെഡിൻ്റെ മുകൾക്ക് വരുന്ന ഭാഗത്തേക്കാണ് ഇത് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. അതിനുശേഷം താഴേക്കുള്ള പോർഷനും മുകളിലേക്കുള്ള പോർഷനും കൂടെ ഇതുപോലെ രണ്ടും കൂടെ കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ക്ലോത്തും കൂടെ ഒന്നിച്ച് റൗണ്ട് ഷേപ്പിൽ വെക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് പോണ രീതിക്ക് വേണം നമുക്ക് 2 സൈഡും നല്ല വശം കിട്ടണ പുറത്തേക്ക് വരുന്ന രീതിക്ക് നമുക്ക് ആ ക്ലോത്ത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ക്ലോത്ത് രണ്ടും അറ്റാച്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ 2 ഹോള് ഇതുപോലത്തെ 2 ഹോള് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു ഹോളിൻ്റെ അറ്റത്ത് നിന്ന് മറ്റേ ഹോളിന് കൊടുക്കണ ആ റൗണ്ട് ഭാഗം മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ സെൻറ്റർ ഭാഗത്ത് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ, അവിടെയൊക്കെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഡോട്ട് ഇട്ട ഭാഗത്തൊക്കെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇത് സ്റ്റിച്ച് ചെയ്യൽ 2 ഹോള് വിട്ടതിന് ശേഷം ആണ് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 2 ഹോള് നമ്മളവിടെ ഒഴിച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഡോട്ടിൻ്റെ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ കഴിയാത്തത് കൈ കൊണ്ട് നമുക്ക് നൂലെടുത്ത് സൂചി കൊണ്ട് തുന്നിയാലും കുഴപ്പമില്ല. അപ്പോൾ മൊത്തത്തിൽ ആ 2 ഹോൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ക്ലോത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കില്ല. അപ്പോൾ അത് ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുട്ട് സൂചിയൊക്കെ കുത്തിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ ക്ലോത്ത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഇനി ആ 2 ഹോള് നമ്മൾ ഒഴിച്ച് വിട്ടതിന് ശേഷം ആ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല ഓരോരോ ഇതള് അത് മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് മാത്രം വിട്ടതിന് ശേഷം ബാക്കി ആ 8 ഇഞ്ചിൻ്റെ എല്ലാ ഹോൾസും ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മളിതിലേക്ക് റെക്രോണാണ് നിറക്കുന്നത്. അതായത് ഫൈബർ കോട്ടനെ ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഹോള് വിട്ടത് ആ ഭാഗത്തൂടെ വേണം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കുള്ള റെക്രോണ് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇനി അത് മൊത്തത്തിൽ അതിൻ്റെ ഭാഗം ഒരു കുഷ്യൻ്റെ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഡോട്ട് ഇട്ട് കൊടുത്ത ഭാഗത്ത് ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ വെറും ഡബിൾ സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി, ചെറിയൊരു സ്റ്റിച്ചിങ് മാത്രം കൊടുത്താൽ മതി. അത് നമ്മളതിൽ ഫില്ലിങ് നീങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം അതിൻ്റെ സെൻറ്റർ ഭാഗം മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുക. ഫില്ലിങ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം. കാരണം കുറഞ്ഞ ഫില്ലിങ്ങിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ആ ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് നിൽക്കണം വേണ്ടിയിട്ടാണ് നല്ല ഫില്ലിങ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ ഫില്ലിങ് ചെയ്ത ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അത് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ 8 ഇഞ്ചിൻ്റെ ഓരോ ഇതളിലേക്കും ഫില്ല് ചെയ്യുക. അത് മൊത്തത്തിൽ ഓരോരോ ചെറിയ പോക്കറ്റ് ആയതുകൊണ്ട് അതിലേക്ക് ഓരോന്നിക്കും നമ്മൾക്ക് റെക്രോണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ആ പോക്കറ്റ് ഫില്ലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ. കുറഞ്ഞ രീതിക്ക് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മളെ ബെഡ് ആ പെർഫെക്ഷനിൽ കിട്ടണം എന്നില്ല. ഇത് ഇങ്ങനെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഫില്ലിങ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ ഫില്ലിങ് കഴിഞ്ഞിട്ടോ.
ഇനി നമ്മൾ 2.5 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയ ആ ലൈന് റൗണ്ടിൽ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ആ 1 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയതും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ 2 ലൈനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് ക്യാപ്പ് നമുക്ക് അവിടെ വരും. ആ 1 ഇഞ്ച് ക്യാപ്പിലാണ് നമ്മൾ ത്രെഡ് ഇടാനുള്ളത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് അറ്റ ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ടും കൊടുക്കുക, നോർമലായിട്ട് ഒറ്റ സ്റ്റിച്ചായിട്ടും കൊടുക്കുക. ഓവർലോക്കിംഗ് ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഓവർലോക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഓവർലോക്ക് ചെയ്തിട്ട് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണിക്കണത്. ഇനി അതിൻ്റെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ ക്യാപ്പ് എടുത്തിട്ടില്ലേ, അതായത് ആ 2.5 ഇഞ്ചിൻ്റെ അടിയിൽ 1 ഇഞ്ച് ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഭാഗം ഒരു ചെറിയ ഒരു ഹോളായിട്ട് നമ്മൾക്ക് ബട്ടൺ ഹോളാണെങ്കിൽ അങ്ങനെ ആദ്യം ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോളിൻ്റെ മെഷീൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഈ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ അതിലൂടെ ത്രെഡ് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ഹോള് ആ 1 ഇഞ്ചിൻ്റെ ക്യാപ്പിലാണ് ആ ഒരു ഹോള് വരേണ്ടത്. എന്നിട്ട് ഇതുപോലെ അതിൽ ചുറ്റുഭാഗത്തേക്കും ഒരു ത്രെഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ത്രെഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഈ ഷൂവിൻ്റെ ലേസ് പോലത്തെ ത്രെഡ് എടുക്കാൻ മാക്സിമം നോക്കുക. കോട്ടൻ്റെ ത്രെഡ് ആയാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ നമുക്ക് കെട്ടാനും വലിക്കാനൊക്കെ റിമൂവ് ആക്കണ മോഡലായതുകൊണ്ട് നമുക്ക് ഇതാവും ബെറ്റർ. ഈ ഒരു ത്രെഡാണ് ഏറ്റവും ബെറ്റർ. ഇതതിൻ്റെ റൗണ്ട് ഷേപ്പ് മൊത്തത്തിൽ ഈ ഒരു ത്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ത്രെഡ് മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബെഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ റൗണ്ട് ബെഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഷെയ്ഡും ഡബിൾ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 2 സൈഡും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ റൗണ്ട് ബെഡ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല ഫില്ലിങ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക കേട്ടോ.